മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഒരിക്കൽ ഒരു പ്രഭാഷണ വേദിയിൽ ആത്മീയതയെക്കുറിച്ച് കുറേ വിവരിച്ചു. അതൊരു പ്യുവർ സ്പിരിച്വാലിറ്റി എന്ന രീതിയിലും അപ്ലൈഡ് സ്പിരിച്വാലിറ്റി എന്ന രീതിയിലുമാണ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ചേർത്ത് ഞാൻ വിവരിച്ചത്. പ്യുവർ സ്പിരിച്വാലിറ്റി, അപ്ലൈഡ് സ്പിരിച്വാലിറ്റി. ഇതങ്ങനെ വിവരിച്ചു കഴിഞ്ഞ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു മകനെയും കൊണ്ടൊരു സ്ത്രീ, മകന് ഏതാണ്ട് 10-12 വയസ്സായിട്ടുണ്ടാവണം. ആ സ്ത്രീക്ക് അതനുസരിച്ച് 30-35 വയസ്സ്. അവര് എൻ്റെ അടുത്ത് വന്നു. അടുത്ത് വന്നതിന് ശേഷം അവർ പറഞ്ഞു, സാറിപ്പോൾ പറഞ്ഞ ആത്മീയതയിലും അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസവും ഇല്ല, അതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഇനി ശ്രമിക്കുകയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഒരു അപ്രോച്ച് വളരെ നല്ലതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു പ്രഭാഷണത്തിലൂടെ 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞത് കേട്ട് അതാണ് നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് ധരിച്ച് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നതിനേക്കാളും സാറ് പറയുന്നതിൽ വിശ്വാസമില്ല, ഞാനത് ജീവിതത്തിൽ പകർത്തില്ല എന്ന് ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞത് വളരെ നന്നായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ അമ്മ നിരന്തരം അമ്പലത്തിലേക്ക് പോവുകയും പൂജാകർമ്മങ്ങളും പൂജാമുറിയിലുള്ള ചടങ്ങുകൾ നിരന്തരം നടത്തുന്ന ആളാണ്. ഞാനും അതേപോലെ തന്നെ ആത്മീയതയിലും മുഴുകി എൻ്റെ അച്ഛനും എല്ലാവരും നല്ലോണം ജീവിച്ചവരാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഊഹിക്കാൻ സാധിച്ചു, എവിടെയോ ഒരു വലിയ അബദ്ധം പറ്റിയതിൽ നിന്നാണ് ഈ മാറ്റം ഉണ്ടായത്. ഞാൻ ചോദിക്കാൻ നിന്നില്ല, വെറുതെ കേട്ടുകൊണ്ടിരുന്നു. ആ സ്ത്രീക്കൊരാഗ്രഹം, അവർക്ക് സംഭവിച്ചത് എന്നോട് പറയണം. എനിക്കും കുറച്ച് സമയം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വെറുതെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിൽ ചാരി നിന്ന് അവർ പറയുന്നത് കേട്ടു. സാറേ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ കുടുംബത്തിലെ ഒരാള് വിദേശത്ത് പോയി. വിദേശത്ത് പോയിട്ട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അദ്ദേഹം അവിടെ മരിച്ചു എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു ഷോക്കായിരുന്നു. അത് കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ അമ്മ മരിച്ചു. അപ്പം ഞാനും എൻ്റെ മകനും മാത്രമായി. ഞങ്ങൾക്ക് ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നി ചെയ്യേണ്ടത് ചെയ്തു. പക്ഷെ ആരൊക്കെയോ കണ്ടതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഞാൻ ആത്മീയത എങ്ങനെയാ സാറേ ഫോളോ ചെയ്യുന്നത്? ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ, ഈശ്വരൻ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കിതെല്ലാം, ഇത്രയേ ആ കുട്ടി പറഞ്ഞുള്ളൂ. എല്ലാം എന്ന് പറഞ്ഞ് നിർത്തി, പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞാൻ വെറുതെ കൈകെട്ടിയിരുന്നത് മുഴുവനും കേട്ടു. എൻ്റെ മുഖത്ത് ഞാൻ പ്രത്യേകിച്ച് വികാരമൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചു, സാറിന് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയോ ദേവാലയത്തിൽ പോവുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ആത്മീയമായ കർമ്മങ്ങളിൽ ഒന്നും പങ്കെടുക്കുകയോ ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം. നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് ഒരേപോലെയാണ്. പക്ഷെ ഒരു ചോദ്യം, എനിക്ക് ആത്മീയത, ഈശ്വര ആരാധന, ഈശ്വര വിശ്വാസം ഒന്നും എനിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ നിങ്ങൾക്ക്, ഇത്രയും കാലം ഇതെല്ലാം ഉണ്ടായിരുന്ന നിങ്ങൾക്ക്, അത് മാറ്റിയപ്പോൾ ആ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാൻ എന്താ ഉള്ളത്? ആത്മീയതയില്ല, വേണ്ട. നിങ്ങൾക്ക് ജീവിതത്തിൽ തളരുമ്പോഴോ അല്ലെങ്കിൽ കൈപിടിക്കാൻ ആരും ഇല്ലെന്ന് തോന്നലുണ്ടാവുമ്പോഴോ ആരെയാ നിങ്ങൾ ആശ്രയിക്കുക? അയൽവക്കത്തുകാരനെ ആശ്രയിച്ചാൽ അയാൾ എത്ര കാലം സപ്പോർട്ട് ചെയ്യും? മാത്രമല്ല, അയാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതും 100% സതുദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടോ? വീട്ടിലെ ബന്ധുക്കളെ
നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും മാസത്തിലെ 31 ദിവസവും അവരെ ആശ്രയിച്ചും അവരുടെ കീഴിലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മുമ്പിൽ ആരും സഹായിക്കാനും ഉറച്ചൊന്ന് മക്കൾ അച്ഛൻ്റെ കൈപിടിച്ച് നടക്കുന്ന മാതിരി കൈപിടിച്ച് നടക്കാനും ആരുമില്ലെങ്കിൽ എവിടേക്കാ ഓപ്ഷനിൽ പോവുക? നിരീശ്വരവാദത്തിലേക്ക് പോയിട്ട് അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. അത് നിങ്ങൾക്ക് കുറെ കൂടി കോൺഫിഡൻസ് നൽകുമെങ്കിലും ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുക. ആ പ്രവൃത്തി ഒരുപക്ഷെ നിങ്ങളെ കുറെ കൂടി എനർജൈസ് ചെയ്യും. ആ കുട്ടി വളരെയധികം ദീർഘശ്വാസം എടുത്ത് എന്താ പറയേണ്ടതെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാന കുട്ടി പറഞ്ഞു, ആത്മീയത ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു, ഉപേക്ഷിച്ച് നോക്കാം. കുറെ കാലം ആത്മീയതയ്ക്കെതിരെ പ്രവർത്തിച്ച് നോക്കാം. അപ്പൊ എവിടെ ചെന്നെത്തുന്നു എന്ന് നോക്കാം. കുറെ കഴിഞ്ഞപ്പോ എന്തോ ഒരു അബദ്ധം ആ കുട്ടിക്ക് പറ്റിയ മാതിരി തോന്നിയിട്ട് ആ കുട്ടി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണമെന്നാ സാറ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ആത്മീയതയിലും അതുപോലെയുള്ള കാര്യങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞപ്പോ ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെക്കൻഡ് അതിന്റെ ആൾട്ടർനേറ്റീവ് എന്താണ് എന്നൊരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ. അതിന്റെ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എന്നോട് ചോദിച്ചത്, ഞാൻ എന്ത് ചെയ്യണം എന്നാണ് സാറ് പറയുന്നത് എന്ന് ചോദിച്ചത്. ഞാൻ ഇന്നും പറയുന്നു, ആ കുട്ടിയോട് പറഞ്ഞു, ഇല്ലാത്ത, കാണാത്ത, കേട്ട് മാത്രം പരിചയമുള്ള ഒരു പ്രപഞ്ച ശക്തി ലോകത്തിലുണ്ട്. ആ ശക്തിക്ക് ആരോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റും ഇല്ല, ബോണ്ടേജും ഇല്ല, അവേർഷനോ ഇല്ല, ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. അതിനെ ദൈവം എന്നൊന്നും പറയണ്ട, പ്രകൃതി എന്ന് പറഞ്ഞാൽ മതി. ഈ സിസ്റ്റം എന്ന തെർമോഡൈനാമിക്സിൽ പറയുന്ന മാതിരി ആ സിസ്റ്റത്തിന്റെ മുമ്പിലൊന്നുമില്ല. മരണം എന്ന് പറയുന്നത് എല്ലാവരുടെയും മുമ്പിലുണ്ട്. വേണമെങ്കിലും വേണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരാവുന്ന ഒരു അതിഥിയെ പോലെ നിങ്ങളും ഞാനും നിങ്ങളുടെ മക്കളും എല്ലാവരും ആ അതിഥിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ആത്മീയത കുറെ അധികം വ്യക്തികൾക്ക് ഫലം തരുമെങ്കിൽ, ശക്തി തരുമെങ്കിൽ ഉപയോഗിക്കുക. കുറെ അധികം വ്യക്തികൾക്ക് ആത്മീയത ഒരു യജമാനനാണെങ്കിൽ ദാസനായിട്ട് പ്രവർത്തിക്കുക. കുറെ വ്യക്തികൾക്ക് ആത്മീയത ശത്രുവാണെങ്കിൽ ചങ്കൂറ്റത്തോടുകൂടി എതിർക്കുക. ആത്മീയത അന്ധവിശ്വാസം നിറഞ്ഞതാണെന്ന് തോന്നുന്നു എങ്കിൽ അതിലെ അന്ധവിശ്വാസങ്ങൾ കളഞ്ഞ് നല്ല വിശ്വാസങ്ങൾ അതിനകത്ത് ചേർക്കാൻ പറ്റുമോ നോക്കുക. ഏതായാലും ഒന്നിലും വിശ്വസിക്കാതെ, ആധാരമായിട്ട് മുമ്പിൽ ഒന്നും വെക്കാനില്ലാതെ മുമ്പോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവർക്കും തിരിച്ചു വരേണ്ടി വരും. ഒരു നിരീശ്വരവാദിയുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ 81 വയസ്സായി. അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പൊ എന്താണ് സമയം, ടൈം പാസ് എന്താണ്? ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം വായിച്ചുകൊണ്ടിരിക്കും. വളരെ സന്തോഷം തോന്നാറുണ്ട്. വെറുതെ ചോദിച്ചു, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളതുണ്ടോ? അതില്ല എന്നായിരുന്നല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. അങ്ങക്ക് ധാരാളം അനുയായികളെ സൃഷ്ടിക്കാൻ സാധിച്ചതും ഭാഗവതത്തെയും ഭഗവത്ഗീതയും എല്ലാം പുച്ഛിച്ച് പ്രഭാഷണം നടത്തിയപ്പോഴാണല്ലോ. അതൊക്കെ അന്നത്തെ കാലത്താണ് ഗോപാലേഷ. ഇപ്പോഴല്ലേ ഇതിൻ്റെയൊക്കെ തെറ്റുകൾ മനസ്സിലാവുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, തെറ്റുകളോ കുറവുകളോ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മാറി, നിങ്ങൾ പടച്ചുവിട്ട ആ തലമുറയിൽ മാറ്റം ഉണ്ടാക്കാൻ ഇനി ആരാ വരിക? അവരെ തെറ്റായിട്ടുള്ള വഴിക്ക് നയിച്ച് അവരിപ്പോൾ നിങ്ങളെപ്പോലെ നേതാവായി ഈ നാടിന്റെ പൈതൃകത്തിനും നന്മയ്ക്കും എതിരെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും നടക്കുമ്പോൾ അതിന് കാരണം നിങ്ങളാണ്. ആ ചെയ്ത മഹാപാപത്തിന്റെ പ്രായശ്ചിത്തം എന്താണ്? വളരെ നിർവികാരനായിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു, ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, രാമായണവും ഭാഗവതവും മാത്രം വായിച്ചുകൊണ്ടിരിക്കല്ലേ,
പടച്ചുവിട്ട അനുയായികളുടെ മനസ്സിനകത്ത് മാറ്റം ഉണ്ടാക്കാനും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. അദ്ദേഹം അല്പം പുച്ഛത്തോടുകൂടി തന്നെ ഉള്ള മുഖഭാവത്തോടുകൂടി പറഞ്ഞു, അതൊന്നും നടക്കണ കാര്യമല്ല, അവർ പിന്നീട് മനസ്സിലാക്കട്ടെ എന്ന്. ഈ അനുഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കഥ പറയുന്നതിനേക്കാളും ഉപദേശങ്ങൾ നൽകുന്നതിനേക്കാളും ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവങ്ങൾ വിവരിക്കുന്നതാണ് കുറെ കൂടി ബെറ്റർ കമ്പാരിറ്റീവ്ലി എന്ന് തോന്നിയത് കൊണ്ടാണ് പ്രഭാഷണം കേൾക്കാൻ വന്ന ആ സ്ത്രീയുടെ അനുഭവവും ഈ യുക്തിവാദിയുടെ അനുഭവവും തുറന്ന മനസ്സോടുകൂടി നിങ്ങൾ കേൾക്കണം, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.